നമുക്ക് എല്ലാവർക്കും അറിയാം ബുംറ മികച്ച ബോളറാണെന്നുള്ള കാര്യം. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ബോളർമാരിൽ ഒരാളാണ് ജസ്പ്രീത് ബുംറ. 3 ഫോർമാറ്റിലും കഴിവ് തെളിയിച്ചതുമാണ്. IPL ഓപ്ഷനിൽ തന്നെ ബുംറ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വില കിട്ടാൻ പോകുന്നത് ബുംറക്ക് തന്നെ ആയിരിക്കും, ബാറ്റേഴ്സിനേക്കാൾ കൂടുതലും. ആ ഒരു ഇമ്പാക്ട് ബുംറ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ബുംറക്ക് ഇപ്പോൾ കുറച്ച് ഫിറ്റ്നസ് ഇഷ്യൂസ് ഉണ്ട്. 3 ഫോർമാറ്റും ഇതുവരെ കളിച്ചതുപോലെ ഇനി അങ്ങോട്ട് കളിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ODI ആയാലും ടെസ്റ്റ് ആയാലും T20 ഇന്റർനാഷണൽ ആയാലും. അപ്പൊ ഏതെങ്കിലും ഒരു ഫോർമാറ്റ് ചിലപ്പോ ബുംറ ഉപേക്ഷിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഏത് ഫോർമാറ്റ് ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലത് നിങ്ങളുടെ അഭിപ്രായത്തിൽ? കാരണം 2023 ശേഷം ഇന്ത്യക്ക് വേണ്ടി ബുംറ കളിച്ചതിനേക്കാൾ കൂടുതൽ കളി ബുംറക്ക് മിസ്സാവാണ് ചെയ്തത്. അപ്പോ ആ സ്റ്റാർട്ടിൽ നിന്ന് തന്നെ വ്യക്തമാണ് 3 ഫോർമാറ്റും ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തു പോകുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ബുംറക്ക്. അപ്പൊ ഏത് ഫോർമാറ്റിലായിരിക്കും ബുംറ റിട്ടയർ ആവേണ്ടത് അല്ലെങ്കിൽ പിന്മാറേണ്ടത്? ODI ക്രിക്കറ്റിൽ എന്തായാലും ബുംറ വേണം. T20 ബുംറയുടെ 4 ഓവർ സീനാണ്. പിന്നെ ഉള്ളത് ടെസ്റ്റ് ആണ്. പക്ഷെ ടെസ്റ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ടെസ്റ്റില് പക്ഷെ ബുംറ ഇല്ലെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ഇന്ത്യക്ക്. പിന്നെ ടെസ്റ്റ് ക്രിക്കറ്റിലാണ് കൂടുതൽ ഇഞ്ചുറി ആകാനും ഫിറ്റ്നസ് ആവശ്യമുള്ളതും. അപ്പൊ ടെസ്റ്റിൽ നിന്ന് പിന്മാറുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം പറ. പിന്നെ വേറൊരു സീനും ഉണ്ട്. ടെസ്റ്റിൽ ഇപ്പോ ഇന്ത്യക്ക് പഴയ ഒരു സ്ട്രെങ്ത് ഇല്ല. അപ്പൊ ബുംറ കൂടി പോയി കഴിയുമ്പോ അതിന്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറ. ബുംറ ഏതിന്നും മാറി നിൽക്കുന്നതായിരിക്കും ബെറ്റർ എന്ന്.